ഹായ്, ആം ഹിയാസ് വെളിയങ്കോട്. 2026 ലോകകപ്പ് തുടങ്ങാൻ അധികം ദിവസങ്ങളില്ല. സാധാരണ നമ്മൾ ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസ് ഫൈറ്റുകൾ അല്ലെങ്കിൽ വാദിക്കലുകൾ, തല്ലുകൂടുകൾ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഉറപ്പായിട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ 2022 ലോകകപ്പിനേക്കാൾ ഇപ്രാവശ്യമുണ്ട്. ടീമുകളുടെ എണ്ണം, ഗ്രൂപ്പ് മാച്ചുകൾ, അതുപോലെ കുറച്ച് നിയമങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം സൈബറിൽ തല്ലുകൂടുകയും വാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് റിസർച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ആദ്യമായി ടീമുകളുടെ എണ്ണമാണ്. കഴിഞ്ഞ തവണ 32 ടീമുകളാണ് ഖത്തർ ലോകകപ്പിലുണ്ടായിരുന്നത്. ഇത്തവണ 48 ടീമുകളാണ് കളിക്കുന്നത്. പിന്നെ 3 വേദികളിലായിട്ടാണ്. കഴിഞ്ഞ തവണ ഖത്തർ വളരെ ഭംഗിയായി എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഏഷ്യക്കാരെ നമുക്കൊക്കെ സമയം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച ഫാനുകൾ വളരെ ഭംഗിയായിട്ട് ഓരോ കളികൾ വാച്ച് ചെയ്ത ലോകകപ്പ് കൂടിയിട്ടായിരുന്നു. പക്ഷെ ഇത്തവണ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് USA, മെക്സിക്കോ, കാനഡ തുടങ്ങിയ 3 സ്ഥലങ്ങൾ വെച്ചാണ് സംഭവം നടക്കുന്നത്. അതാണ് ആദ്യമായിട്ടുള്ളത്. രണ്ടാമതായി മാച്ചുകളുടെ എണ്ണമാണ്. കഴിഞ്ഞ തവണ ഖത്തർ ലോകകപ്പിൽ 64 മാച്ചുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 104 മാച്ചുകളായിട്ട് മാറാൻ പോവുകയാണ്. അതായത് 72 ഗ്രൂപ്പ് മാച്ചുകളും 32 നോക്കൗട്ട് റൗണ്ടുകളും ഉണ്ടായിരിക്കും. കുറച്ചുകൂടി മാച്ചുകൾ നമ്പർ കൂടി വരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 29 ദിവസം കൊണ്ട് വേൾഡ് കപ്പ് അവസാനിച്ചെങ്കിൽ ഇത്തവണ 39 ദിവസങ്ങളോളം എടുക്കുന്നുണ്ട് ഈ ടൂർണമെൻറ്റ് അവസാനിക്കാൻ. അറിയുള്ളൂ, ജൂൺ 12-നാണ് നമ്മൾ ആദ്യത്തെ ഗെയിം വരുന്നത്. അന്ന് 2 കളികളുണ്ടാവും. ജൂൺ 13 2 കളികളുണ്ട്. ജൂൺ 14 മുതൽ പിന്നെ ഓരോ ദിവസം 4 കളികൾ വീതം നമുക്ക് കാണാനുണ്ടായിരിക്കും. പിന്നെ ഗ്രൂപ്പിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ മാച്ച് ഫിക്സിംഗ് ഒഴിവാക്കാനായിട്ട് സാധാരണ ഫിഫ ചെയ്യുന്നത് പോലെ ഒരുപാട് കളി ഒരുമിച്ചായിരിക്കും. അന്ന് ഓരോ ദിവസം 6 കളികൾ, 25-ാം തീയതി മുതൽ അങ്ങോട്ട് 4 ദിവസം 6 കളികൾ ഓരോ ദിവസം നമുക്ക് കാണാനുണ്ടാവും. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, കളി മുഴുവൻ കാണണമെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലർക്ക് മുഴുവൻ കാണണമെങ്കിൽ ലീവ് തന്നെ എന്തായാലും എടുക്കേണ്ടി വരും. ഇനി ഓരോ ദിവസം 3-4 കളികളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് ഇപ്പോഴേ നോട്ടീസ് കൊടുക്കുക. വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, വീട്ടുകാരൊക്കെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറയുക. ഉറക്കത്തെ പോലും ബാധിക്കുന്ന രീതിയിലാണ് കളിയുടെ നമ്മളെ കുറച്ച് ഷെഡ്യൂളുകളൊക്കെ ഉള്ളത്. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണോ, ഞാനാണോ ഫുട്ബോളാണോ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിച്ചാൽ വളരെ തന്ത്രപരമായിട്ട് തന്നെ ആ സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഐഡിയ അവരെ മെല്ലെ ഫുട്ബോൾ പഠിപ്പിക്കുക, ലോകകപ്പിൻ്റെ സ്പിരിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫൈനൽ സൊല്യൂഷൻ. ഇനി ഗ്രൂപ്പ് മാച്ചസ്. 4 ടീമുകളുള്ള 12 ഗ്രൂപ്പായിട്ടാണ് ഈ ലോകകപ്പ് തിരിച്ചിട്ടുള്ളത്. പതിവ് പോലെ 1-2 സ്ഥാനക്കാർ അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കും. ബാക്കി 8 ടീമുകൾ കൂടി, മികച്ച 3-ാം സ്ഥാനക്കാരായ 8 ടീമുകൾ കൂടി അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കും. അത് കുറച്ചുകൂടി സേഫാണ്. കഴിഞ്ഞ ഒരുപാട് മികച്ച ടീമുകൾ പെട്ടെന്ന് തുടക്കത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഗ്രൂപ്പുകളിലൊന്ന് സഫർ ചെയ്യുകയൊക്കെ ചെയ്താൽ, പക്ഷേ മികച്ച 3-ാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ അവർക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ടീമുകൾ, ഇപ്പോൾ അർജൻറ്റീന, ബ്രസീൽ, സ്പെയിൻ, ജർമ്മനി പോലുള്ള ടീമുകളൊക്കെ ഒന്ന് ഇനീഷ്യലി സഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് 3-ാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും. ഇനി കളി തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങൾ സംസാരിക്കാം. ഈ വായ മൂടി സംസാരിച്ചാൽ റെഡ് കാർഡാണ് നൽകുക, യെല്ലോ അല്ല, റെഡ് കാർഡാണ് നൽകുക. എതിർ കളിക്കാരുമായിട്ടോ ഈവൻ റഫറിയുമായിട്ടോ വായ മൂടി സംസാരിച്ച് കഴിഞ്ഞാൽ റെഡ് കാർഡ് നൽകാൻ സാധ്യതയുണ്ട്. വംശീയാധിക്ഷേപങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ല രീതിയിൽ സംസാരങ്ങൾക്ക് ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ നിയമങ്ങളൊന്നും ദുരുപയോഗം ചെയ്യില്ല, എന്നെ വംശീയമായി അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറൊരു കോൺട്രവേഴ്സി സൃഷ്ടിക്കില്ല എന്ന് കൂടി വിചാരിക്കുന്നു. അടുത്തത്, റഫറിയുടെ തീരുമാനങ്ങളിൽ അൺഹാപ്പിയായി പ്രതിഷേധിച്ച് കളം വിട്ടു പോവുകയാണെങ്കിൽ അവിടെ റെഡ് കാർഡ് കിട്ടും. ഇനി അതിന് പ്രേരിപ്പിക്കുന്ന ഒഫീഷ്യലുകൾക്കും റെഡ് കാർഡ് നൽകും. അടുത്തതായി യെല്ലോ കാർഡുകളുടെ എണ്ണമാണ്. ഈ ഗ്രൂപ്പ് മാച്ചുകൾക്ക് ശേഷം അറിയാലോ, റൗണ്ട് ഓഫ് 32 മുതലാണ് തുടങ്ങണം. 32, 16, ക്വാർട്ടർ, സെമി ഫൈനൽ വരെ ഒരുപാട് കളികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് മാച്ചുകളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന യെല്ലോ കാർഡുകൾ ഒന്ന് റീസെറ്റ് ചെയ്യും കളി തുടങ്ങുമ്പോൾ. സാധാരണ ഈ യെല്ലോ കാർഡ് കൂടി ആഡ് ചെയ്ത് വരാറാണ് പതിവ്. ഇത് റൗണ്ട് ഓഫ് 32 മുതൽ റീസെറ്റ് ടു 0 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ ഉണ്ട്. കുറച്ചുകൂടി ഒരു ബെനിഫിഷ്യൽ ആവും. ഒരുപാട് കോമ്പറ്റീറ്റീവ് ഗെയിമുകൾ ഇനി കളിക്കാനുള്ളത് കൊണ്ട് കുറച്ചുകൂടി അത് ബെനിഫിറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് സമയനഷ്ടത്തെക്കുറിച്ചാണ്. അറിയില്ല, ലോകകപ്പ് വളരെ സ്ട്രാറ്റജിക്കലി കളിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. ക്ലബ്ബ് ഫുട്ബോൾ പോലെ അവസാന വിസിൽ വരെ ഓപ്പൺ അറ്റാക്ക് കളിക്കുന്ന ഒരു കളി നമ്മൾ കാണില്ല. കാരണം നോക്കൗട്ട് ടൂർണമെൻറ്റുകളൊക്കെ അതിജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സമയനഷ്ടം, ഈ കളിയുടെ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ 1-0 ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ 1-1 നിൽക്കുന്ന കുഞ്ഞൻ ടീമുകളോ ഇവരൊക്കെ എന്ത് ചെയ്യും? അവസാന സമയം ഈ ത്രോയിൻ അതുപോലെ ഗോൾ കിക്കൊക്കെ വൈകിക്കും.
വളരെ നമ്മൾ തന്നെ എന്താണ് ത്രോ ഇടാത്തത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ ത്രോ ഇടാൻ വൈകില്ല, 5 സെക്കൻഡ് സമയം റെഫറി കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ ത്രോ ഇട്ടിട്ടില്ലെങ്കിൽ എതിർ ടീമിന് ത്രോ കൊടുക്കും. അതൊരു രസകരം. ഗോൾ കിക്ക്, ചില ഗോൾ കീപ്പർമാരെയൊക്കെ കൈയൊക്കെ തുടച്ച് തിരിഞ്ഞു മറിഞ്ഞ് വന്ന് ഗോൾ കിക്ക് എടുക്കാൻ വൈകിക്കലാണ് പതിവ്. അപ്പോൾ അതൊരു യെല്ലോ കാർഡ് കൊടുക്കാനാണ് സാധാരണ പതിവ്. ഇപ്രാവശ്യം അതല്ല, 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ അവർ ആ ഗോൾ കിക്ക് എടുത്തിട്ടില്ലെങ്കിൽ എതിർ ടീമിന് കോർണർ കൊടുക്കും. അപ്പോൾ സമയനഷ്ടം ഒരിക്കലും അഫോർഡബിൾ അല്ല. ചില വലിയ ടീമുകളൊക്കെ ഇതുപോലെ സമയം കളയാൻ വേണ്ടിയിട്ട് ഗോൾ കിക്ക് ഡിലേ ആക്കി കഴിഞ്ഞാൽ കോർണർ കിക്ക് ആവും. ചിലപ്പോൾ അത് ഗോൾ കലാശിക്കും ചെയ്യും. അപ്പോൾ സമയനഷ്ടം ഒരിക്കലും അഫോർഡബിൾ ആയിരിക്കില്ല ഈ ലോകകപ്പിൽ. അടുത്ത വിഷയമാണ് 10 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. സാധാരണ എല്ലാ ടീമുകളും കളി അവസാനിക്കുന്ന സമയത്ത്, ജയിച്ചു നിൽക്കുന്ന ടീമുകൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ മെല്ലെ 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 കളിക്കാരൻ ഗ്രൗണ്ട് വിടുന്നത്. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടി കൊണ്ടുവരും. കാരണം ഈ സമയം അങ്ങോട്ട് അതിജീവിക്കാനും കളി ഒന്ന് സ്ലോ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 10 സെക്കൻഡ് നൽകും. അതിൻ്റെ ഉള്ളിൽ ആ ലൈൻ കടന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ലെങ്കിൽ പിന്നീട് കളി തുടങ്ങും. ആ എക്സ്ട്രാ ആ പകരക്കാരനായി വരുന്ന കളിക്കാരന് 1 മിനിറ്റിന് ശേഷമേ ഗ്രൗണ്ടിൽ കളിക്കാൻ അനുവദിക്കൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ മനഃപൂർവ്വം ലേസി ആക്കിയാൽ ജസ്റ്റ് 10 പേരെ വെച്ചിട്ട് കുറച്ച് 1 മിനിറ്റെങ്കിലും എക്സ്ട്രാ കളിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ടീം പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിക്ക് പറ്റുന്ന വിഷയം കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കളിക്കടയിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഫിസിയോ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒന്ന് ഗ്രൗണ്ടിന് പുറത്തേക്ക് മാറി നിന്നാൽ 1 മിനിറ്റിന് ശേഷം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അത് കുറച്ചൊരു അൺഫെയർ ആയിപ്പോയി തോന്നി. ഫോർ എക്സാമ്പിൾ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച്, ഒരിക്കലും മറക്കാൻ പാടില്ല ലാസ്റ്റ് വേൾഡ് കപ്പാണ് ലെജൻഡിൻ്റെ. ഇതുപോലുള്ള കീ പ്ലെയേഴ്സ് അവർക്കൊക്കെ പെട്ടെന്ന് ഒരു ചവിട്ടൊക്കെ കിട്ടി, അല്ലെങ്കിൽ അവർ വേദനയൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ വന്ന് ഒന്ന് ഫിസിയോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റിന് ശേഷം ഒരു കളിക്കാൻ കഴിയുള്ളൂ. അത് കുറച്ച് അൺഫെയർ ആണ്. കാരണം ഈ അവസാന നിമിഷങ്ങളും കീ സമയത്തൊക്കെ ചെയ്യേണ്ട സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് പരിക്ക് റിവേഴ്സായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ചില ടീമുകളൊക്കെ ഒന്ന് ഫിസിക്കലി പരിക്ക് യെല്ലോ കാർഡ് മേടിക്കുന്നു, ഈ കളിക്കാരനൊന്ന് 1 മിനിറ്റ് മാറ്റി നിർത്തുന്നു. ഈ രീതിയിലൊക്കെ നെഗറ്റീവ്ലി യൂസിങ് പോസിറ്റീവ് മാറ്റേഴ്സ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത് കുറച്ചൊരു അൺഫെയർ ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഡ്രിങ്ക്സ് ബ്രേക്ക് 2 പകുതികളിലായിട്ട് 3 മിനിറ്റ് വീതമുള്ള ഡ്രിങ്ക്സ് ബ്രേക്ക് എന്തായാലും കളിക്കാർക്ക് നൽകുന്നുണ്ട്. അത് നന്നായിരിക്കും. പിന്നെ അടുത്തത് VAR ആണ്. അറിയാലോ, VAR വന്നിട്ട് പോലും ഇപ്പോഴും ഒരുപാട് വിവാദങ്ങളുണ്ട്. ക്ലബ് ഫുട്ബോൾ കാണുന്നവർക്ക് അറിയാം. അനൗൺസ്മെൻറ്റ് വരെ ഉണ്ടായിട്ട് പോലും ചില പെനാൽറ്റിയൊക്കെ അനുവദിക്കുമ്പോൾ VAR തന്നെ അവരെ ടെലിവിഷൻ സ്ക്രീനിലേക്ക് വിടുന്നു. അവിടുന്നും റഫറിമാർ സമയമെടുക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവിടെ കാണാം. ഇപ്രാവശ്യം VAR കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. പ്രത്യേകിച്ച് യെല്ലോ കാർഡ്, തെറ്റായ രീതിയിൽ യെല്ലോ കാർഡ് നൽകൽ. അറിയാലോ, രണ്ടാമത്തെ യെല്ലോ ഒക്കെ കിട്ടുമ്പോൾ അത് നേരെ റെഡിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത്തെ യെല്ലോ ശരിക്കും യെല്ലോ ആണ്. അതുപോലെ ആൾ മാറിയിട്ട് യെല്ലോ കാർഡ് കൊടുക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ കോർണർ കിക്ക്, തെറ്റായ രീതിയിൽ കോർണർ കിക്ക് അല്ലാത്തത് കോർണർ കിക്ക് ആവുകയൊക്കെ ചെയ്യുമ്പോൾ VAR ഇടപെടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി VARന് അധികാരം കൊടുക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ലോകകപ്പ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെ ടീമുകളെയും പറ്റിയിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഗ്രൂപ്പ് മാച്ചുകളെയും ഓരോ ടീമുകളെയും അവരെ സ്ട്രെങ്ത്തും അവരെ കോച്ചുമാരെ പ്രത്യേകിച്ച് അവരെ സ്റ്റൈൽ ഓഫ് പ്ലേക്ക് വെച്ചിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.